പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ളവരെ, ജോസഫ് എന്ന വളർത്തുപിതാവിൻ്റെ പിന്നാലെ നമ്മൾ സുവിശേഷത്തെ ധ്യാനിക്കുമ്പോൾ ജോസഫ് എന്നത് അല്ലെങ്കിൽ യോസെഫ് എന്നത് ഒരു ഹീബ്രു പദമാണ്. രണ്ട് അർത്ഥങ്ങളാണ് വരുന്നത്. ഒന്ന്, ഗോഡ് വിൽ ആഡ്, ദൈവം കൂട്ടിച്ചേർക്കും. രണ്ട്, ഗോഡ് വിൽ ഗീവ്, ദൈവം തരും. ജോസഫ് എന്ന വ്യക്തി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പേര് രണ്ട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ പറയുക ദൈവം തരും. സുന്ദരമായ ഒരു സംഭവം പഴയ നിയമം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. ഇതാ, അബ്രാഹം മകനെയുമായിട്ട് ബലിയർപ്പിക്കാൻ പോകുന്നു. മകൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: അപ്പ, വിറകുണ്ട്, കത്തിയുണ്ട്, ബലി കഴിക്കാനുള്ള കുഞ്ഞാടെവിടെ? കണ്ണും പൂട്ടി അപ്പൻ പറഞ്ഞു കൊടുത്തു, മകനെ, അത് ദൈവം തരും. പ്രിയപ്പെട്ടവരെ, ജോസഫ് നമ്മളോട് പറയുന്ന ഒരു കാര്യമിതാ: ഏത് പ്രശ്നത്തിന്റെ നടുക്കടലിൽ നിൽക്കുമ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തോട് പറയുക, അത് ദൈവം നോക്കും, ദൈവം തരും, ദൈവം കൂട്ടിച്ചേർക്കും. ഈശോ ഈ പേര് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ഈശോ പറഞ്ഞു, മക്കൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ. എവിടുന്ന് കിട്ടി ഇത്ര നല്ലൊരു ചിന്ത? കാരണം ഇത് അപ്പനെ കണ്ട് വളർന്ന മകനാണ്. സ്വർഗീയ പിതാവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ പിതാവിൻ്റെ ഒരു നിഴൽ ദൈവം യേശുവിൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ട്. ഏത് പ്രതിസന്ധി വരുമ്പോഴും നാഴികയ്ക്ക് 40 വട്ടം ഈ അപ്പൻ പറയും, ദൈവം തരും, ദൈവം നോക്കും, ദൈവം കാക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജോസഫ് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏത് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ദൈവം തരും, ദൈവം നോക്കും എന്ന് വിശ്വസിക്കുക. കുറച്ച് നാളുകൾക്ക് മുമ്പ് വായനയിൽ കടന്നുപോയൊരു കഥ. ഒരു ഭക്തയായ അമ്മ. ഈ അമ്മ എന്നും രാവിലെ പള്ളിയിൽ പോകും. ഈ അമ്മയെ എപ്പോഴും കാണുന്നത് പ്രാർത്ഥനയില. ഇവർ ഒരു ഏകസ്ഥ ജീവിതം നയിക്കുക. ഒരു ചെറിയ വീടിനകത്ത് ഏകസ്ഥ ജീവിതം നയിക്കുന്നു. ഇവരുടെ പറമ്പിൽ ഉണ്ടാകുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇവർക്ക് ആവശ്യമുള്ളത് മാത്രം കഴിക്കുന്നു, ബാക്കിയുള്ളത് കൊടുക്കുന്നു. ഇവർ അടുത്ത വീടുകളിൽ വേലയ്ക്ക് പോകുന്ന ഒരു സ്ത്രീ. എപ്പോഴും പ്രാർത്ഥനയിൽ മാത്രം ഇവരെ കാണുന്നു. ഒരു ദിവസം ഇവർക്ക് രോഗം വന്ന് പനി വന്ന് വേലയ്ക്ക് പോകാൻ പറ്റാതെ, ആരും ഭക്ഷണം ഉണ്ടാക്കി തരാനില്ലാതെ ഇവര് വീടിനകത്ത് കിടക്കാൻ തുടങ്ങി. ഇവരുടെ വീടിനടുത്ത് ഒരു ചെറുപ്പക്കാരനുണ്ട്. ഈ ചെറുപ്പക്കാരൻ എപ്പോഴും ഇവരെ കളിയാക്കും. നിങ്ങൾ എപ്പോഴും ദൈവം ദൈവം എന്ന് വിളിക്കുന്നു, എന്നിട്ട്
നിങ്ങൾ വല്ലവരുടെയും പാത്രം കഴുകി അടുക്കളയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു. അവർ ചിരിച്ചു കാണിക്കും. എന്നാൽ രോഗം വന്ന് കിടപ്പിലായപ്പോൾ ഈ ചെറുപ്പക്കാരന് കുറച്ചുകൂടി സന്തോഷമായി. കാരണം ഈ ചെറുപ്പക്കാരൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ, ഇപ്പൊ ആരെങ്കിലും കൊണ്ടുവന്ന് ഭക്ഷണം തരണം, നിങ്ങളെ നോക്കാൻ ആരാ ഉള്ളത്? ഇപ്പൊ ദൈവം വരുമോ നിങ്ങളെ നോക്കാൻ? അവരെപ്പോഴും ചിരിച്ചു. അപ്പോ ഈ ചെറുപ്പക്കാരന് തോന്നി, ഈ അമ്മയെ ഒന്ന് പറ്റിക്കണം. പിറ്റേ ദിവസം രാവിലെ, പനിയാണെങ്കിലും രാവിലെ ഈ അമ്മ കുർബാനയ്ക്ക് പോകുന്നത് കാണുന്നുണ്ട്. അപ്പോ ഈ ചെറുപ്പക്കാരൻ നേരത്തെ ഉണർന്നു. അതിരാവിലെ തയ്യാറാകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് അപ്പവും മുട്ടക്കറിയെല്ലാം മേടിച്ച് പാഴ്സലാക്കി. എന്നിട്ട് ഈ അമ്മ വാതിൽ തുറക്കുമ്പോൾ കാണാൻ പാകത്തിന് ഈ വാതിലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഇവന്റെ ലക്ഷ്യം വേറെയായിരുന്നു. ഈ അമ്മ വാതിൽ തുറന്നു. ഇപ്പോ ഒരു പൊതിയിരിക്കുന്നു. അവരതെടുത്ത് തുറന്നു. പെട്ടെന്ന് അവർ ഇന്നലെ പ്രാർത്ഥിച്ചതോർത്തു. ദൈവമേ, നാളെ കഴിക്കാൻ എനിക്കൊന്നുമില്ല. അപ്പൊ അവര് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചു, ഇന്ന് രാവിലെ ദൈവം എൻ്റെ വാതിൽപ്പടിയിൽ കൊണ്ടുവന്ന് അപ്പവും കറിയും വച്ചിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ ഈ അപ്പവും ഈ പാഴ്സൽ അവിടെ വച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ ഒളിഞ്ഞു നിൽക്കുക. ഇവരെന്താണ് ഇവരുടെ പ്രതികരണം? ചെറുപ്പക്കാരന് ദേഷ്യമായി. രാവിലെ എഴുന്നേറ്റ് ചായക്കടയിൽ പോയി ചായക്കടക്കാരനെ വിളിച്ചുണർത്തി അപ്പം ഉണ്ടാക്കിച്ച് മുട്ട ഉണ്ടാക്കിച്ച് കൊണ്ടുവന്ന് വെച്ച് ഞാൻ ഇപ്പൊ ക്രെഡിറ്റ് ദൈവത്തിന്. അവൻ ഈ അമ്മയോട് ദേഷ്യപ്പെട്ടു. നിനക്ക് നാണമില്ലേ? രാവിലെ ഞാനാണ് ഇത്രയും കാര്യം ചെയ്തത്. അപ്പോൾ എപ്പോഴും ഈ അമ്മയെ കളിയാക്കും ഇവൻ. അതുകൊണ്ട് ഇവൻ ചിന്തിച്ചത്, ഇത് കേൾക്കുമ്പോൾ അവരാ അപ്പവും കറിയും എല്ലാം കളഞ്ഞിട്ട് അവർ പോകുമെന്ന. അവര് ആ അപ്പവും കറിയുമെല്ലാം കുറച്ചുകൂടി അടുത്തേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് അവർ 2 കൈയും ഉയർത്തി പ്രാർത്ഥിച്ചു. ദൈവമേ, വെളുപ്പാങ്കാലത്ത് തന്നെ പിശാചിനെ കൊണ്ട് നീ എനിക്ക് അപ്പവും മുട്ടക്കറിയും മേടിപ്പിച്ചു തന്നല്ലോ. ഏത് കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും അത് ദൈവം തന്നതാണ് എന്ന് പറയാൻ പഠിച്ചാൽ, അത് ദൈവം കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയാൻ പഠിച്ചാൽ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു നല്ല ജോലി കിട്ടുമ്പോൾ, ഒരു നല്ല മാർക്ക് കിട്ടുമ്പോൾ ഞാൻ കേൾക്കുന്നതാണ് സ്ഥിരം സാക്ഷ്യം. സാക്ഷ്യം തെറ്റൊന്നുമല്ല. ജോലി കിട്ടുമ്പോൾ സാക്ഷ്യം പറയും നമുക്ക്, നല്ല മാർക്ക് കിട്ടുമ്പോൾ സാക്ഷ്യം പറയും നമുക്ക്, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില യൂ ടേൺ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതും ദൈവം തന്നതാണെന്ന് പറയാൻ പറ്റിയാൽ അവിടെ ഉണ്ടാകുന്നൊരു ദൈവിക ഇടപെടലുണ്ട്. മറ്റത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ദൈവ ചെയ്ത കാര്യങ്ങൾക്ക് സാക്ഷ്യം പറയുക തെറ്റല്ല. സാക്ഷ്യം പറയാൻ മനുഷ്യരെ പഠിപ്പിച്ച ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന എനിക്ക് പറയാൻ പറ്റും, സാക്ഷ്യം തെറ്റല്ല. പക്ഷേ നമ്മുടെ സാക്ഷ്യങ്ങൾ ഇനി മാറണം. അത് പഠിപ്പിക്കുക. ഏത് കാര്യത്തിന്റെ മുമ്പിൽ നിന്നും അത് ദൈവം തന്നതാണെന്ന് പറയാൻ പറ്റുക. അത് പഠിപ്പിക്കുന്നുണ്ട് ജോസഫ്. അപ്പോ ഒന്ന്, ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം കൂട്ടിച്ചേർത്തത്, ദൈവം തന്നത്, ദൈവം കൂട്ടിച്ചേർക്കും, ദൈവം തരും എന്നതാണ്. 2, ജോസഫ് തൻ്റെ ജീവിതത്തെ പിന്നോട്ട് ധ്യാനിക്കുമ്പോൾ ജോസഫിന് ഒരു കാര്യം പറയാം. എൻ്റെ ഈ വൈക്കോലിൽ കിടക്കുന്ന കുഞ്ഞ് ദൈവം തന്നതാ. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ ഈ ഭാര്യ, ഇറ്റ് ഈസ് ഫ്രം ഗാഡ്. ഇത് ദൈവം തന്നതാണ്. പ്രിയപ്പെട്ടവരെ,
ഈ ജോസഫ് എന്ന കുടുംബനാഥൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, എൻ്റെ അടുത്ത് നിൽക്കുന്നവരെ നോക്കി പറയുക, ഇത് ദൈവം തന്നതാണ്, ഇത് ദൈവത്തിൻ്റെതാണ്. ദൈവം തന്നത് എങ്കിൽ ദൈവത്തിൻ്റെതാണ്. ഇത് നമ്മുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എല്ലാത്തിൻ്റെയും മുമ്പിൽ എൻ്റേത് എന്നൊരു അപകടം വരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അമ്മയും അപ്പനും പ്രാർത്ഥിക്കാൻ വരും. നല്ല പോലെ പ്രാർത്ഥിക്കും. അവരുടെ വലിയ സങ്കടം ഇതാ, ഫാദർ, ഞങ്ങളുടെ മകളുടെ വിവാഹം നടക്കുന്നില്ല. നമ്മിൽ ഒരുപാട് പേരുടെ സങ്കടങ്ങളാണ്. എൻ്റെ മകനൊരു ജോലി കിട്ടുന്നില്ല. നമ്മുടെ ഒരുപാട് പേരുടെ സങ്കടങ്ങളാ. അപ്പോൾ ഞാനവരോട് ചോദിച്ചു, എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? അച്ഛാ, അവക്ക് 24 വയസ്സിലേക്ക് കയറിയപ്പോൾ തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാ. ഞാൻ ചോദിച്ചു, ഇപ്പം എത്ര വയസ്സായി? ഇപ്പം 31 ആകുന്നു, 30 കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, നല്ല ജോലിയുണ്ട്, നല്ല ജോലിയുണ്ട് അച്ഛാ. എന്താ ഈ 6 വർഷം പ്രാർത്ഥിച്ചത്? ഒറ്റ പ്രാർത്ഥനയുള്ള അച്ഛാ, ഞങ്ങളുടെ മകൾക്ക് നല്ലൊരു വിവാഹം കിട്ടണം. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 6 വർഷം നിങ്ങൾ നിങ്ങളുടെ ഈ മകളെ നോക്കി പ്രാർത്ഥിച്ചത്, ഞങ്ങളുടെ മകള്, ഇതാ അപകടം, നിങ്ങളൊന്ന് മാറ്റിപ്പിടിക്ക്. ഈശോയെ, നീ തന്ന മകൾക്ക് വിവാഹം നടക്കണം. ഇപ്പൊ എന്താ പ്രശ്നം എന്നറിയാവോ? ഞങ്ങളുടെ മകൾക്ക്, എൻ്റെ മകൾക്ക് വിവാഹം നടക്കണമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന യേശുവിനൊരു ചിന്ത വരും. അവളുടെ മകളാണെങ്കിൽ, അവരുടെ മകളാണെങ്കിൽ അവർ നോക്കട്ടെ, ഞാൻ എന്തിനാ വേണ്ടാത്ത കാര്യത്തിൽ തലയിടുന്നത്? യേശുവിന് പണി കൊടുക്കാൻ ഏറ്റവും നല്ല വഴി, ആ മകളെ നോക്കിയിട്ട് പറയണം, അത് നിന്റേതാണ്. ഞാൻ കുറേ നാളായി എൻ്റെ ഭർത്താവ് ഒന്ന് മാറാൻ പ്രാർത്ഥിക്കുക. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം ഒന്ന് മാറണം. എൻ്റെ ഭർത്താവ് ഒന്ന് പള്ളിയിൽ വരണം. എൻ്റെ ഭർത്താവ് അത് നിർത്ത്. ജോസഫ് പറയുന്ന ഒരൊറ്റ കാര്യം ഇതാ, അത് ദൈവം തന്നതാ. ദൈവമേ, നീ തന്ന ഭർത്താവ് എൻ്റേതെന്ന് അങ്ങ് മാറ്റ്. ജോസഫിന്റെ ജീവിതത്തിൽ ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥത്തെ മാത്രമാണ്, ആ ജോസഫ് എന്ന അർത്ഥത്തെ മാത്രമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവം തന്നതാണ്, ദൈവം കൂട്ടിച്ചേർത്തതാണ്, ദൈവം കൂട്ടിച്ചേർക്കുന്നതാണ്. ഇപ്പൊ ഞാൻ ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വരിക, ഈശോ എൻ്റെ ധ്യാന കേന്ദ്രം വളരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അപകടമുണ്ട്. ഈശോ അവിടെ ഇരുന്ന് ചിന്തിക്കും, അവൻ്റേതാണെങ്കിൽ അവൻ നോക്കട്ടെ എന്നാ ഞാൻ ഇങ്ങനെ പറയുക, ഈശോയെ, നിന്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകാവുന്നൊരു സുഖമുണ്ട്. എന്താ സുഖം? എനിക്ക് വലിയ ടെൻഷനില്ലാതെ കിടന്നുറങ്ങാം, സ്വസ്ഥമായിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാം. ഞാൻ എൻ്റെ തലയിൽ വയ്ക്കുകയല്ല. ഇത് യേശുവിൻ്റെ ശുശ്രൂഷയാണ്. ജോസഫ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആധ്യാത്മികതയിൽ ഒന്നതാണ്. ഏത് നിമിഷവും പറയുക, ദൈവം തരും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ എത്ര അധ്വാനിച്ചിട്ടും രക്ഷപ്പെടാത്ത ബിസിനസ്സിനെ നോക്കി നമ്മൾ പറയണം, ദൈവമേ, ഇത് ഞങ്ങളുടെ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നീ കൂട്ടിച്ചേർത്ത ബിസിനസ്സാണ്. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നീ കൂട്ടിച്ചേർത്ത ജോലിയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉണ്ടാകുന്നൊരു മാറ്റമുണ്ട്. മറ്റൊരു കാര്യം സംഭവിക്കും. ദൈവത്തിൻ്റെതാണ് എന്ന് ഞാൻ പറയുമ്പോൾ അവിടെ പിശാചിന് അധികാരമില്ല. ഇടയ്ക്കൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിറങ്ങി നിന്ന് ആ വീട്ടിനെ നോക്കിയിട്ട് പറയണം, ഇത് ഞങ്ങൾക്ക് യേശു തന്ന വീടാ. എപ്പോഴും മക്കൾക്ക് വേണ്ടി അസ്വസ്ഥപ്പെടുകയും ആകുലപ്പെടുകയും ചെയ്യുന്ന അപ്പനും അമ്മയും ആ മക്കൾ കട്ടിലേക്ക് കിടന്നുറങ്ങുമ്പോൾ, 3 കുഞ്ഞുങ്ങൾ കട്ടിലേക്ക് കിടന്നുറങ്ങുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് പറയണം, ഈ 3 ദൈവം തന്നതാ.
ദൈവവുമായി ബന്ധപ്പെട്ട് എല്ലാത്തിനെയും കാണാൻ പഠിക്കുക. ഇത് ജോസഫ് നമ്മളോട് പറയുന്ന കാര്യമാണ്. ഇന്ന് ഒരുപാട് പേരുടെ ഒരു സങ്കടമായിട്ട് മാറുകയാ. അച്ഛാ, എന്താണെന്നറിയില്ല, ഞങ്ങളുടെ മകൾ ഇപ്പോൾ അനുസരിക്കുന്നില്ല. എന്താണെന്നറിയില്ല, നല്ലപോലെ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന മകൻ ഇപ്പോൾ ചില തെറ്റായ കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നു. അച്ഛാ, എന്താണെന്നറിയില്ല, നല്ലപോലെ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ഇപ്പോൾ അടിക്കടി പുറകോട്ട് പോകുന്നു. നമ്മിലെല്ലാവരുടെയും നൊമ്പരമാണത്. നമ്മിലെല്ലാവരുടെയും അസ്വസ്ഥതയാണത്. എത്രയോ പേരാണ് ഈ ഒരു കാര്യത്തെ ഓർത്ത് അസ്വസ്ഥപ്പെടുന്നത്, ഭാരപ്പെടുന്നത്. ഈ അസ്വസ്ഥപ്പെടുമ്പോ പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രതിസന്ധികൾക്ക് നടുവിലും പുൽക്കൂട്ടിൽ കിടക്കുന്ന, കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു കൊച്ചിനെ നോക്കിയിട്ട് അത് ദൈവത്തിൻ്റെതാണെന്ന് പറയാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായ ഒരു ഭാര്യയെ ചേർത്ത് പിടിച്ചിട്ട് ഇവൾ ദൈവം തന്നതാണെന്ന് പറയാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ. അതിലേക്ക് നമ്മൾ വളരണം. ജീവിതത്തിൽ എങ്ങനെ പറയാൻ പറ്റും ദൈവം തന്നതാണെന്ന്? ദൈവം തന്നവൻ കിടക്കുന്നത് കാലിത്തൊഴുത്തിൽ. ദൈവം തന്നുവെന്ന് പറയുമ്പോൾ രാത്രിക്ക് രാമായണം അവളെ കൊച്ചിനെയും എടുത്തുകൊണ്ട് ഓടണം. എങ്ങനെ പറയാൻ പറ്റുന്നു ദൈവം തന്നതാണ്, ദൈവം കൂട്ടിച്ചേർത്തതാണ്? പക്ഷെ അതിൻ്റെയൊക്കെ മധ്യത്തിലും ആ മനുഷ്യൻ പറഞ്ഞു, ദൈവം തന്നതാണ്, ദൈവം തന്നതാണ്, ദൈവം കൂട്ടിച്ചേർത്തതാണ്. ജോസഫ് നമ്മളോട് പറയുന്ന രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. എല്ലാത്തിനെയും നോക്കി പറയുക, ദൈവം തന്നതാ. എൻ്റെ ശരീരത്തിലൊരു രോഗമുണ്ട്. ആ രോഗത്തെ നോക്കി ഞാൻ പറയാൻ തുടങ്ങുകയാ, ഇത് എനിക്ക് എൻ്റെ ഈശോ അനുവദിച്ചതാ, ദൈവം തന്നതാണ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ രോഗത്തോട്, ആ പ്രശ്നത്തോടുള്ള മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകും. നമുക്ക് ആ പ്രതിസന്ധിയോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നു. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിൻ്റെ കാര്യം. ഈ വരുന്ന ദിവസങ്ങളിൽ അവളുടെ വിവാഹമാണ്. ചെന്നൈയിൽ അവളെ വിവാഹം കഴിച്ചു വിടുന്നു. നല്ലൊരു കുടുംബത്തിൽ വിവാഹം വന്നു. ഈ അപ്പനും അമ്മയും 2 ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ഈ അനുഗ്രഹം കിട്ടി. ഞാൻ പറഞ്ഞു, തെറ്റ്. നിങ്ങളുടെ പ്രാർത്ഥന മാറി. നിങ്ങൾ കഴിഞ്ഞ കുറേ നാളുകൾ പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ മകൾക്ക് വിവാഹം. നിങ്ങൾ പ്രാർത്ഥനയൊന്ന് മാറ്റി, ദൈവമേ, നിന്റെ മകള്, അവക്ക് നീ, അവളെക്കുറിച്ചുള്ള പദ്ധതി, അവക്ക് നീ ഒരു ജീവിത പങ്കാളിയെ നൽകണം. അതുകൊണ്ടാണ് എത്ര സുന്ദരമായിട്ടാണ് ചോദ്യം ബൈബിൾ ചോദിക്കുന്നത്, മക്കളെ, ദാനമായി കിട്ടാത്തതായിട്ട് എന്താണുള്ളത്? എല്ലാം ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നിങ്ങൾ എന്തിനഹങ്കരിക്കുന്നു? അല്ലേ? ഉൽപ്പത്തി പുസ്തകം നമ്മളോട് പറയും, വിവാഹത്തെക്കുറിച്ച് പറയാൻ നമ്മൾ ആരാണ്? അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഉൽപ്പത്തി 24:50. വീണ്ടും സങ്കീർത്തകൻ പറയും, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കറിയാം, നമ്മളിതൊക്കെ ഒരുപാട് വായിച്ചിട്ടുള്ളതാ. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. പക്ഷേ നമ്മളൊന്ന് ചിന്തിക്ക്, നമ്മൾ എല്ലാത്തിനെയും കൊണ്ടുപോയി എൻ്റെ തലയിൽ വയ്ക്കുകയല്ലേ? എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ വീട്, എൻ്റെ ബിസിനസ്, എൻ്റെ ജോലി, ഇത് മാറ്റാനാണ് ഈ വളർത്തു പിതാവ് നമ്മളോട് പറയുന്നത്. ഇതൊന്ന് മാറ്റുക. എന്നിട്ട് എല്ലാം ദൈവത്തിൻ്റെതാണ്, ദൈവം തന്നതാണ് എന്ന് പറയാൻ പഠിക്കുക. നമുക്കറിയാം, എൻ്റെ എന്ന് പറയുമ്പോൾ, ഞാൻ എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്വാർത്ഥതയുണ്ട്. എവിടെയെല്ലാം ഞാൻ വരുന്നുവോ അവിടെയെല്ലാം തിന്മ കയറുന്നുണ്ട്.
എൻ്റെ മകനെന്ന് പറയുമ്പോൾ, എൻ്റെ മകന് നല്ല മാർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ, എൻ്റെ മകൾക്ക് നല്ല ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ, നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് പിശാചിനൊരു വാതിൽ. എൻ്റെ ബിസിനസ് നല്ലതായി പോകുന്നുവെന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് പിശാചിനൊരു വാതിൽ. നമ്മളതാ ചെയ്യുന്നത്. എൻ്റേതെന്ന് പറയുന്നിടത്തെല്ലാം, ഞാൻ വരുന്നിടത്തെല്ലാം ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയുക. ഓരോ കാര്യത്തിലും ദൈവം കൂട്ടിച്ചേർത്തതാണ്. എനിക്ക് പരിചയമുള്ളൊരു കുടുംബമുണ്ട്. 3 കുഞ്ഞുങ്ങളാണ്. അങ്ങേറ്റം വിശുദ്ധരായ 3 കുഞ്ഞുങ്ങൾ. ഇവരെപ്പോഴും പറയുന്ന കാര്യമുണ്ട്, അച്ഛാ, ഞങ്ങൾക്ക് ദൈവം തന്നതാ. അതിനൊരു കാരണമുണ്ട്. കാരണം ഇതാണ്. വിവാഹം കഴിഞ്ഞു, 10 വർഷം കുട്ടികളുണ്ടായില്ല. പോകാവുന്ന ഹോസ്പിറ്റൽ, ഡോക്ടേഴ്സ് എല്ലായിടത്തും പോയി. ഒരൊറ്റ ഉത്തരം, അവർക്കറിയില്ല. അങ്ങനെയാണ് ആരോ പറഞ്ഞു, ഇതൊന്നും നമ്മൾ എടുക്കുന്നതല്ലല്ലോ, ഇതൊക്കെ ദൈവം തീരുമാനിക്കുന്നതല്ലേ. അവരങ്ങനെയാണ് ധ്യാനത്തിലേക്കൊക്കെ വരുന്നത്. ഇന്ന് 3 കുട്ടികളുണ്ട്. 3 കുട്ടികളെയും കാണുമ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും അവർ പറയുന്നൊരു ചെറിയ കാര്യമുണ്ട്, അച്ഛാ, മക്കളെക്കുറിച്ച് ഞങ്ങൾക്ക് ആകുലതയില്ല. ഞാൻ ചോദിച്ചു, അതെന്താ? ഇന്ന് ഏറ്റവും കൂടുതൽ കുടുംബം ആകുലപ്പെടുന്നത് മക്കളെക്കുറിച്ചാണ്. എന്താ നിങ്ങൾക്ക് ആകുലതയില്ലാത്തത്? ഞങ്ങൾ എന്തിനാ ആകുലപ്പെടുന്നത്? ഇത് 3 ഞങ്ങളുടേതല്ല. ഞങ്ങൾ എന്തിനാ ആകുലപ്പെടുന്നത്? ഇത് 3 ഞങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതാണ്. പ്രിയപ്പെട്ടവരെ, 10 വർഷം കുട്ടികളില്ലാതിരുന്ന് കുട്ടികളെ കിട്ടിയപ്പോൾ അവർക്ക് പറയാൻ പറ്റി, ഇത് ദൈവത്തിൻ്റെതാണെന്ന്. അതിന് 10 വർഷം ദൈവത്തിന് ഒരുക്കേണ്ടി വന്നു, അല്ലേ? ധ്യാനം കൂടി 4 വർഷമായി പഠിച്ചു കഴിഞ്ഞിറങ്ങിയിട്ട് ജോലിയില്ല. ജോലി കിട്ടിയാൽ ദൈവം തന്നാന്ന് പറയുന്നു. 9 പ്രാവശ്യം OIT പരീക്ഷ എഴുതി. അവസാനം ധ്യാനം കൂടി, ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ OIT പരീക്ഷ ജയിച്ചു. ഉടനെ പറയുന്നു, അമ്മ തന്നതാണ്, ദൈവം തന്നതാണ്. എന്തേ ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ ദൈവമാണ് പരീക്ഷ എഴുതിക്കുന്നത്, ദൈവം തരുന്നതെന്ന് കാണാൻ പറ്റാത്തത്? എന്തിനാ ദൈവത്തെ കൊണ്ട് ഇത്രയും വൈകിപ്പിക്കുന്നത് നമ്മൾ? എനിക്ക് കല്യാണം കഴിഞ്ഞ് 6 മാസമായി ഉണ്ടായ കുട്ടിയെ നോക്കി എന്തുകൊണ്ട് ഇത് ദൈവം തന്നതാണെന്ന് പറയാൻ പറ്റുന്നില്ല? പഠിച്ചു കഴിഞ്ഞിറങ്ങി 4-ാമത്തെ മാസം പ്ലേസ്മെന്റ് കിട്ടുമ്പോൾ ഇത് ദൈവം തന്ന ജോലിയാണെന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ഇത് പറയാൻ പഠിപ്പിക്കുന്നുണ്ട് ജോസഫ്. ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതിനെ നോക്കി പറയുക, ദൈവം തന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ ദൈവത്തിൻ്റെ ഭരണം വരും. അവിടെ തിന്മയ്ക്ക് പിന്നെ അധികാരമില്ല. അതിനാൽ എല്ലാത്തിനെയും ദൈവഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും നല്ല വഴി, അത് വളർത്തുപിതാവ് പറഞ്ഞു തരും, അത് ഈ അപ്പൻ പറഞ്ഞു തരും. എല്ലാം ദൈവത്തിൻ്റെതെന്ന് പറയുമ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലേക്ക് വരും. അതിനാൽ ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ അപ്പനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആരാധനയൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ
അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ഉം 26-ഉം വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അപ്പോൾ അവിടുന്ന് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും, വന്ധ്യതയോ ഗർഭചിത്രമോ നാട്ടിലുണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഔസേപ്പിതാവിൻ്റെ പിന്നാലെ നമ്മൾ യാത്ര ആരംഭിക്കുമ്പോൾ ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കി, ജോസഫ് എന്നാൽ അർത്ഥം ഗോഡ് വിൽ ആഡ്, ഗോഡ് വിൽ ഗീവ്, ദൈവം കൂട്ടിച്ചേർക്കും, ദൈവം തരും എന്ന് ആ വാക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ സുന്ദരമായൊരു സംഭവം കാണും. അബ്രാഹാം പറഞ്ഞു, ഞാനും മകനും ആരാധിച്ചിട്ട് വരാം. മകനെ ബലിയർപ്പിക്കുവാനായിട്ട് അബ്രാഹാം മോറിയ മലയിലേക്ക് പോകുമ്പോൾ അബ്രാഹാം തൻ്റെ ഭൃത്യന്മാരോട് പറയുന്നത്, ഞാനും മകനും ബലിയർപ്പിച്ചിട്ട് വരാം എന്നല്ല, ഞാനും മകനും ആരാധിച്ചിട്ട് വരാം. ആരാധിക്കുവാൻ പോകുമ്പോൾ മകൻ ചോദിക്കുന്ന ചോദ്യം വളരെ വ്യക്തമാണ്. തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, ബലിയർപ്പിക്കുവാനുള്ള കുഞ്ഞാടെവിടെ? ആരാധിക്കാൻ പോകുന്ന അപ്പൻ മകനോട് പറയുന്ന ഉത്തരം ഇതാണ്, അത് ദൈവം തരും. ആരാധനയിൽ നമുക്ക് ഉള്ളിലുണ്ടാകേണ്ട ഉറപ്പിതാണ്, ദൈവം തരും. ഈ ആരാധനയിൽ വിശുദ്ധ ഔസേപ്പിതാവിനോട് ചേർന്ന് നമ്മൾ ദിവ്യകാരുണ്യ സന്നിധിയിലായിരിക്കുമ്പോൾ അബ്രാഹാം മകനെയുമായിട്ട് ആരാധിക്കാൻ പോയി. ഓരോ ബലിയും ആരാധനയാണ് എന്ന് സഭ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ കുർബാന യേശുവിൻ്റെ ബലിയാണ് എന്നും ആ ബലി ഏറ്റവും വലിയൊരു ആരാധനയാണ് എന്നും പഠിപ്പിക്കുമ്പോൾ ഒരു ബലിയർപ്പണത്തിൻ്റെ മുമ്പിൽ മാത്രമല്ല നമ്മളായിരിക്കുന്നത്, ആരാധനയിൽ കൂടിയാണ് നമ്മളായിരിക്കുന്നത്. മകനെ കൊല്ലുവാൻ, മകനെ ബലിയർപ്പിക്കുവാൻ പോകുന്ന അബ്രാഹാം സേവകരോട് പറയുന്ന വാക്യം ഇതാണ്, ഞങ്ങൾ ആരാധിച്ചിട്ട് വരാം. ആരാധനയ്ക്ക് പോകുമ്പോൾ അബ്രാഹാം മകനോട് പറയുന്ന വാക്ക്, ദൈവം അത് തരും. അതിനാൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ ഈ ഒരു ഉറപ്പാണ് ദൈവം ഓരോ ആരാധനയിലും ഓരോ ദൈവ പൈതലിൻ്റെ ഉള്ളിലും നിക്ഷേപിക്കുന്നത്.
ഒരു പ്രതിസന്ധിയിൽ നിന്ന് ദൈവ പൈതൽ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, പ്രതീക്ഷിക്കാത്ത ജീവിത മുഹൂർത്തങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു ദൈവ പൈതൽ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, ജീവിതത്തിന്റെ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ നിന്ന് ഒരു ദൈവ പൈതൽ ആരാധനയിലേക്ക് തിരിയുമ്പോൾ, ഓരോ ദൈവ പൈതലിനോടും ദൈവം നൽകുന്ന ഉത്തരം ഇതാണ്: അത് ദൈവം നോക്കിക്കൊള്ളും, അത് ദൈവം തരും. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ജോസഫ് എന്ന ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതും അതാണ്. ജീവിതത്തിന്റെ ഓരോ ശ്വാസത്തിലും ഒരൊറ്റ ഉറപ്പ് ആ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടായിരുന്നു: അത് ദൈവം തന്നുകൊള്ളും. ഈ ഉറപ്പാണ് ജോസഫ് എന്ന വ്യക്തിയെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും ചവിട്ടി നടക്കുവാൻ പ്രാപ്തനാക്കുന്നത്. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ 2 കരങ്ങളും ഉയർത്താം. ദൈവസന്നിധിയിൽ 2 കരങ്ങളും ഉയർത്തുമ്പോൾ, ജോസഫ് നിന്നതിനേക്കാൾ, അല്ലെങ്കിൽ ജോസഫ് നിന്നതുപോലെ ഉള്ളൊരു പ്രശ്നത്തിൽ ഞാനും ഇന്ന് നിൽക്കുന്നു. എന്ത് തീരുമാനമെടുക്കും? എങ്ങനെ മുമ്പോട്ട് പോകും? എങ്ങനെ ഈ കാര്യങ്ങൾ നടക്കും? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ വരുമ്പോൾ, എൻ്റെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളും അസ്വസ്ഥതകളും വരുമ്പോൾ, യേശുവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ആരാധനയിൽ നീ ഞങ്ങളോട് പറയുന്നു, അത് ദൈവം തരും. യേശുവേ, ഞങ്ങളൊന്ന് ചേർന്ന് നിന്നെ സ്തുതിക്കുന്നു. കരമുയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം: ദാനമായി ലഭിച്ചതല്ലാതെ നിനക്കെന്താണ് ഉള്ളത്? എൻ്റെ ഈ ആരോഗ്യം, ഞാൻ താമസിക്കുന്ന ഈ ഭവനം, എൻ്റെ കൂടെയുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ദൈവം തന്നതാണ്. ഇതാണ് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: ഇറ്റ് ഈസ് നോട്ട് അവർ ചോയ്സ്, ബട്ട് ഇറ്റ് ഈസ് ദ ചോയ്സ് ഓഫ് ഗാഡ്. എൻ്റെ വീട് എനിക്ക് ദൈവം തന്നതാണ്. ഞാൻ ചെയ്യുന്ന ജോലി, ഞാൻ ചെയ്യുന്ന ബിസിനസ്, അത് ദൈവം തന്നതാണ്. വിവാഹത്തെക്കുറിച്ച് വചനം പറയുന്നു. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ആരാണ്? അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ ജീവിത പങ്കാളി, അത് ദൈവത്തിൻ്റെതാണ്, അത് ദൈവം തന്നതാണ്. മക്കളെക്കുറിച്ച് വചനം പറയുന്നു. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾ നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്. എന്തെല്ലാം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ, എന്തെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടോ, അതെല്ലാം യേശുവിൻ്റെതാണ്. ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കൂട്ടിച്ചേർക്കുന്നു, ദൈവം കൂട്ടിച്ചേർക്കും. എന്ന് വെച്ചാൽ ജോസഫിന് അടുത്ത് നിൽക്കുന്ന മറിയത്തെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി: ഞാൻ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചവൾ, എന്നാൽ ദൈവം കൂട്ടിച്ചേർത്തവൾ. അവരുടെ ഇടയിലെ കുഞ്ഞിനെ കണ്ടപ്പോൾ ജോസഫിനൊരു കാര്യം മനസ്സിലായി: ഇതെൻ്റേതല്ല. എനിക്ക് ഉറപ്പിച്ചു പറയാം, ഇതെൻ്റേതല്ല. എൻ്റേതല്ലെങ്കിൽ ഇത് ദൈവത്തിൻ്റെതാണ്. എത്ര കൃത്യമായിട്ടാണ് ജോസഫ് എന്ന വാക്ക് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് മാറുന്നത്. നമുക്ക് ഒരു നിമിഷം എൻ്റേതെന്ന് പറഞ്ഞ് നമ്മൾ ഇത്രയും നാൾ കൊണ്ടു നടന്നതെല്ലാം ദൈവമേ നീ തന്നതായിരുന്നു, നിൻ്റേതായിരുന്നു. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരിക, ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരിക. ഒരുപക്ഷെ ഞാൻ പറയുന്നു, എൻ്റെ ജോലിയിൽ പ്രശ്നമുണ്ട്, ബിസിനസ് പ്രശ്നമാണ്, എൻ്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, എൻ്റെ മകൻ്റെ ജോലി ശരിയാകുന്നില്ല, മകളുടെ കല്യാണം നടക്കുന്നില്ല. എൻ്റേതെന്ന് മാറ്റിയിട്ട്
അത് ദൈവത്തിൻ്റെതാണ് എന്ന് പറയുവാൻ തുടങ്ങുക. എൻ്റെ ബിസിനസ് നിന്ന് മാറ്റിയിട്ട് ദൈവത്തിൻ്റെതാണ് എന്ന് പറയാൻ തുടങ്ങുക. എൻ്റെ മകളുടെ കാര്യം നടക്കുന്നില്ല എന്നത് മാറ്റിയിട്ട് അത് യേശുവിൻ്റെ മകനാണ്, യേശുവെ നിൻ്റെ മകളാണ് എന്ന് പറയുവാൻ തുടങ്ങുക. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ആ തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവെനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ യേശുവെനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ നന്ദി കൊണ്ടൻ മനം പാടിയിടുമി സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ യേശുവിൻ്റെ പ്രാർത്ഥനയിലേക്ക് തന്നെ തിരിയണം. യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്: പിതാവേ, അങ്ങ് എനിക്ക് നൽകിയവർ, അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത് പ്രാർത്ഥനയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു ജാഗ്രതയാണ്. ഒരുപാട് പേരുടെ ഒരു പരാതിയാണ്. ഒത്തിരി നാളായി പ്രാർത്ഥിക്കുന്നു, അത് കേൾക്കുന്നില്ല. ഒരുപാട് നാളായി എൻ്റെ മകളുടെ വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നാളായി എനിക്കൊരു വീട് കിട്ടാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നാളായി എൻ്റെ മകൻ്റെ ജോലി ശരിയാകാൻ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നാളായി എൻ്റെ ബിസിനസ് ഒന്ന് നേരെയാകാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെയാണ് അപകടം. എനിക്കൊരു വീടില്ല എന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. യേശുവിൻ്റെ മുമ്പിൽ ക്ലെയിം ചെയ്യണം: യേശുവേ, ഈ കുടുംബം നിൻ്റേതാണ്, നിൻ്റെ കുടുംബത്തിന് വീടില്ല. യേശുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റിയല്ല ഒരു പ്രാർത്ഥന നമ്മൾ ഉയർത്തേണ്ടത്. യേശുവിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോഴാണ്. അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ ലഭിക്കും. നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ നാമത്തിലാണ്. എനിക്കൊരു വീടില്ല, എൻ്റെ മകൻ്റെ കല്യാണം നടക്കുന്നില്ല, എൻ്റെ മകൾക്ക് കല്യാണം നടക്കുന്നില്ല. നമ്മൾ ചോദിക്കുന്ന കാര്യത്തിൻ്റെ മുമ്പിൽ വരുന്ന പേര് നമ്മളുടേതാണ്. നമ്മളുടെ പേര് വരുന്നിടത്ത് ദൈവം മൈനസാകുന്നു എന്നതാണ് അപകടം. നമ്മുടെ പ്രാർത്ഥനയിൽ വരുന്ന ഏറ്റവും വലിയ അപകടവും അതുതന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്തണമേ എന്നല്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തെ അനുഗ്രഹിക്കണമേ എന്നല്ല. ഈശോയെ, നിന്റെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ നോക്കണേ. ആ കുഞ്ഞുങ്ങളുടെ പേരിൻ്റെ മുമ്പിൽ, ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ യേശുവിനെ കൊണ്ടുവരുമ്പോൾ അത് യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയാകും. അല്ലാതെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് പറയുമ്പോൾ, ഞാൻ യേശുവേ എന്ന് നാമം വിളിക്കുമ്പോൾ ലഭിക്കുമെന്നല്ല അർത്ഥം. മറിച്ച് ഇങ്ങനൊരു അർത്ഥം കൂടിയുണ്ട്. എൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ എന്ന് വെച്ചാൽ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ക്ലെയിം ചെയ്യണം. We should claim before the God the Father that this child is child of Jesus. ഈ കുഞ്ഞ് യേശുവിൻ്റേതാണെന്ന് ക്ലെയിം ചെയ്യണം. ഈ വീട് യേശുവിൻ്റേതാണെന്ന് ക്ലെയിം ചെയ്യണം. ഈ ബിസിനസ് യേശുവിൻ്റേതാണെന്ന് ക്ലെയിം ചെയ്യണം. അപ്പോൾ ആ വാഗ്ദാനം നമ്മുടെ മേൽ കടന്നു വരും. അപ്പോൾ ആ വാഗ്ദാനം നമ്മുടെ മേൽ ഇറങ്ങും. എൻ്റെ നാമത്തിൽ ചോദിക്കുന്നതൊക്കെ ലഭിക്കും എന്ന വാഗ്ദാനം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നോക്കിയിട്ട്, രോഗമുള്ള എൻ്റെ ശരീരത്തെ നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റണം, എൻ്റെ ശരീരം യേശുവിൻ്റെ ആലയമാണ്. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അടുത്ത വചനം, നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് എന്ന് വെച്ചാൽ ക്യാൻസറുള്ള എൻ്റെ ശരീരം യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ ഏറ്റുപറയുമ്പോഴാണ് യേശുവിലൂടെ പിതാവ് വാഗ്ദാനം ചെയ്ത സൗഖ്യം എൻ്റെ ബോഡിയിൽ, എൻ്റെ ശരീരത്തിൽ കടന്നു വരുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് നിൽക്കുന്ന രോഗികളായ മക്കളുണ്ട്. നിങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക, നിങ്ങൾ അവകാശമായിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ ക്യാൻസർ രോഗമുള്ള എൻ്റെ ശരീരം ഇത് യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും അവിടെ ദൈവത്തിൻ്റെ ശ്രദ്ധ, അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പായിട്ടും കടന്നു വരും എന്ന് സുവിശേഷം നൽകുന്ന വാഗ്ദാനമാണ്. അതിനാൽ നമുക്ക് ഈ ഒരു പേരിൽ, യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റേതാണ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നതിൻ്റെ പേരാണ് ദൈവിക ഇടപെടൽ. ഒരു നിമിഷം കൂടി നമുക്ക് കരങ്ങൾ ഹൃദയത്തോട് ചേർക്കാം. നമ്മളെ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവം കൂട്ടിച്ചേർക്കുന്നില്ല എങ്കിൽ, പ്രാർത്ഥനയിൽ നമുക്ക് ദൈവം ഉത്തരം തരുന്നില്ല എങ്കിൽ, നമ്മളുടെ പ്രാർത്ഥനയാണ് മാറേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയാണ് മാറേണ്ടത്. പലപ്പോഴും നമ്മൾ കേൾക്കും, നമ്മൾ ഈ വാക്യത്തെ മനസ്സിലാക്കാതെ പ്രാർത്ഥിക്കും. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം ലഭിക്കും. നമുക്കൊരു പരാതിയുണ്ട്, എത്ര നാളായി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? എനിക്കൊരു വീട് വേണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് കോൺട്രഡിക്ടറി ആണ്. ദാറ്റ് പ്രയർ ഈസ് സംതിങ് കോൺട്രഡിക്ടറി. ഞാൻ യേശുവിൻ്റെ കുടുംബത്തിനൊരു വീട് വേണം. ആ തിരിച്ചറിവിലേക്ക് പ്രാർത്ഥന മാറുമ്പോൾ പ്രാർത്ഥനയിൽ ദൈവിക ഇടപെടൽ നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ നെടുവീർപ്പുകൾ പോലും പ്രാർത്ഥനയായിട്ട് മാറും. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പിതാവിനറിയാം എന്ന് ഈശോ പഠിപ്പിക്കുമ്പോൾ ഈശോ പറയുന്ന ഏറ്റവും നല്ല ഉപമ അതാണ്. നിങ്ങൾക്കിതൊക്കെ ആവശ്യമാണ്, നിങ്ങളുടെ പിതാവിനറിയാം. യേശുവിനെ ആ ചിന്തയിലേക്ക് വളർത്തിയത് ഔസേപ്പിതാവാണ്. ജീവിതത്തിൽ എന്തെല്ലാം വേണമോ അതെല്ലാം അറിയുന്ന ഒരു പിതാവിൻ്റെ കീഴിലാണ് നമ്മളായിരിക്കുന്നത്. ആ തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മാവെ നയിക്കണമേ. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ
വന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും വിശുദ്ധ ഔസേപ്പിതാവ് വഴി യേശുവേ ദിവ്യകാരുണ്യത്തോട് ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെയും വിശുദ്ധ ഔസേപ്പിതാവിന് സമർപ്പിച്ച് തുടർന്ന് വരുന്ന പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന്റെ വിശ്വസ്ത പുത്രനും ദൈവകുമാരനെ വളർത്തുവാൻ ഭരമേൽപ്പിക്കപ്പെട്ടവനുമായ വിശുദ്ധ യൗസേപ്പിതാവേ, ദൈവസ്നേഹവും വിശുദ്ധിയും കരുണയും നിറഞ്ഞുനിന്ന അങ്ങയെയാണല്ലോ തിരുക്കുടുംബത്തിന്റെ പരിപാലകനായി ദൈവം നിശ്ചയിച്ചത്. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളും ദൈവസ്നേഹത്തിലും വിശുദ്ധിയിലും കരുണയിലും വളരുവാൻ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഓരോ നിമിഷവും ദൈവഹിതം അന്വേഷിക്കുകയും ദൈവഹിതത്തിന് വിധേയപ്പെടുകയും ചെയ്ത വിശുദ്ധ യൗസേപ്പിതാവേ, അനുദിന ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യൗസേപ്പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ അപേക്ഷകൾ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഈശോയിൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ. ആമേൻ.